സ്വാധീനമുള്ള കൂട്ടുകെട്ട് എങ്ങനെ ഒഴിവാക്കണമെന്നും അത് നമ്മുടെ ജീവിതത്തെ എത്രത്തോളം ബാധിക്കുമെന്നും ഈ കഥ വ്യക്തമാക്കുന്നു. ബുദ്ധൻ ഒരിക്കൽ തൻ്റെ ശിഷ്യന്മാരുമായി ധർമ്മോപദേശം നൽകുകയായിരുന്നു. അതിൻ്റെ ഇടയിൽ ഒരു വിഷപ്പാമ്പിനെ കാണുകയാണെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുമെന്ന് ബുദ്ധൻ ചോദിച്ചു. ആ വിഷപ്പാമ്പ് നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ കളിക്കാൻ ശ്രമിക്കുമോ, അല്ലെങ്കിൽ അതിനെ ലാളിക്കുമോ? ഇല്ല, ഒരിക്കലുമില്ല. അതുപോലെ തന്നെയാണ് നെഗറ്റീവ് കൂട്ടുകെട്ടും. അതേപോലെ നിങ്ങളുടെ ജീവിതത്തിലുള്ള നെഗറ്റീവ് സ്വാധീനമുള്ള നെഗറ്റീവ് ഊർജ്ജത്തിൽ നിറഞ്ഞ ആളുകളെ ആ വിഷപ്പാമ്പിൻ്റെ വിഷം പോലെ കാണുക. അവരുമായി അടുത്ത് ഇടപഴകുകയാണെങ്കിൽ അവർ നിങ്ങളെ മനഃപൂർവ്വം ദ്രോഹിച്ചില്ലെങ്കിൽ പോലും അവരുടെ വിഷപരമായ ചിന്താഗതികൾ നിങ്ങളുടെ മനസ്സിൽ പതുക്കെ പ്രവേശിക്കാൻ തുടങ്ങും. അവരുടെ ദേഷ്യവും അസൂയയും ലോകത്തോടുള്ള വിദ്വേഷവും നിങ്ങളിലേക്ക് പകരുകയും നിങ്ങളുടെ മനസ്സിൻ്റെ ശാന്തതയെ ഇല്ലാതാക്കുകയും ചെയ്യും. അതുകൊണ്ട് പാമ്പിൽ നിന്ന് എങ്ങനെ അകന്നു നിൽക്കുന്നു, അതുപോലെ ഈ കൂട്ടുകെട്ടിൽ നിന്ന് വിവേകത്തോടെ അകന്നു നിൽക്കുക. നിങ്ങളുടെ മനസ്സിൻ്റെ ശുദ്ധിയെ നിങ്ങൾ സംരക്ഷിക്കുക. താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യൂ കൂട്ടുകാരെ. താങ്ക് യു ദ യൂണിവേഴ്സ്.